എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ എങ്ങനെ വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഈ ഒരു രീതി എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്റ്റൈലാണ്. എൻ്റേതായ ചില ചേഞ്ചസ് ഒക്കെ ഇതിൽ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രോസ്റ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് എങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കാം എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മളൊരു ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് എക്സാക്ട് ടേസ്റ്റ് വരുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ബിൻസീസ് കിച്ചൻ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ബ്രോസ്റ്റഡ് ചിക്കനിലൊക്കെ വെളുത്തുള്ളി പൊടിയും അതുപോലെ ഉള്ളിപ്പൊടിയൊക്കെയാണ് ചേർക്കുന്നത്. അപ്പോൾ അതുണ്ടെങ്കിൽ നിങ്ങൾ പകരം അത് ചേർക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ 2 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇവിടെ കിട്ടുന്ന ചെറിയ ഉള്ളി കുറച്ച് വലിയ സൈസിലാണ്. അപ്പോൾ നിങ്ങളൊരു 5-6 ചെറിയ ഉള്ളി എടുക്കുക. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും തൊടേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഈ ഒരു അരച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. പുളിയുള്ളതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഈ ഒരു തൈരിലേക്ക് നമ്മൾ ഇത്രയും തന്നെ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ചിക്കൻ ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ ആ ഒരു ചിക്കനിലേക്ക് നല്ലൊരു ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ചിക്കനിലേക്ക് ഫ്ലേവറൊന്നും ഇറങ്ങില്ല. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ ചെയ്യുന്നത് തൊലിയോട് കൂടിയിട്ടുള്ള ചിക്കൻ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തൊലി കളഞ്ഞിട്ടും എടുക്കാം. പക്ഷേ തൊലിയോട് കൂടിയിട്ടുള്ള ചിക്കൻ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. ഞാനിവിടെ ചിക്കൻ ലെഗ്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 5 ചിക്കൻ ലെഗ്സ് ആണ് എടുത്തിട്ടുള്ളത്. ലെഗ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോൺലെസ് പീസുകളോ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കൻ ഇനി മിനിമം 1 മണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. 1 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോഴാണ് ഇത് നന്നായിട്ട് വരിക. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള കോട്ടിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ചിക്കൻ്റെ അളവിനനുസരിച്ചിട്ട് ഈ ഒരു പൊടിയുടെ അളവ് കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരുപാട് ഉപ്പിട്ട് കൊടുക്കരുത്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി, ഞാനിവിടെ വെള്ള കളറിലുള്ള കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ മലയാളികളാണല്ലോ, അപ്പോൾ കുറച്ചൊരു എരിവൊക്കെ വേണം. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ജാതിക്ക പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം. നിങ്ങളിനി ഗരം മസാല ഇതിലിട്ട് കൊടുത്താൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചേർക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഉള്ളിപ്പൊടി വെളുത്തുള്ളിപ്പൊടി വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതിൽ ചേർത്ത് കൊടുക്കണം. ഇനി ചേർത്ത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്തത് ഈ ഒരു ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് മിക്സ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു ബ്രോസ്റ്റിൽ ഞാൻ ഇഞ്ചി ചേർക്കില്ല, വെളുത്തുള്ളിയും ഉള്ളി മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലുള്ള പൊടികൾ നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഒറിഗാനോ അതുപോലെ അങ്ങനെ എന്തെങ്കിലും ഹെർബുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഈ ഒരു മുട്ടയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിൽ നമ്മൾ ചിക്കനൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ആണ് നമ്മൾ ഈ കോട്ടിങ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂറിന് മേലായിട്ടുണ്ട്. അപ്പോൾ അത് പുറത്തെടുത്തതിന് ശേഷം നമുക്ക് ആദ്യം ഈ ഒരു ചിക്കൻ നമുക്ക് പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്യാം. ഒരു സൈഡിൽ നിന്ന് ഡിപ്പ് ചെയ്ത് തുടങ്ങുക. എല്ലാം കൂടെ നടുക്ക് ഇട്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ ഈ ഒരു പൊടി നനഞ്ഞിട്ട് പോകും. അപ്പോൾ ഇതുപോലെ ആദ്യം ഒന്ന് ഡിപ്പ് ചെയ്യുക പൊടിയിൽ. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മുട്ടയും പാലും കൂട്ടിലേക്ക് അത് ഡിപ്പ് ചെയ്യാം. ആ മുട്ടയും പാലിൻ്റെയും കൂട്ടിൽ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും നമ്മളിത് പൊടിയിലിട്ട് ഒന്നുകൂടി ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. 2 കൈ വെച്ചിട്ടും റൈറ്റ് കൈ വെച്ചിട്ട് പൊടിയിൽ തൊട്ടാൽ പൊടി പെട്ടെന്ന് നനഞ്ഞു പോവും. അതുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് കൈ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളെല്ലാം ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എണ്ണ നല്ല ചൂടായിട്ട് വേണം കിടക്കാനായിട്ട്. നല്ല തീയിലാണ് വേണ്ടത്. അതിനുശേഷം നമ്മളൊരു മീഡിയം ഹൈ ഫ്ലെയിമിലേക്ക് ഈ ഒരു തീ ഞാൻ കുറയ്ക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വേവണമെങ്കിൽ നമ്മൾ തീ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. സാധാരണ KFC നമ്മൾ കുക്കറിലൊക്കെ ഓയിലിട്ട് തിളപ്പിച്ച് അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു സിമ്പിൾ രീതിയിലുള്ള ഒരു ബ്രോസ്റ്റഡ് ചിക്കനാണ്. അപ്പോൾ 2 സൈഡും മറിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം ഓരോ സൈഡും മറിച്ചിട്ട് നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് കുറച്ച് വലിയൊരു ചിക്കൻ പീസാണ്, അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബ്രോസ്റ്റഡ് ചിക്കനാണ് നമ്മളിന്ന് കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്